ഹലോ ഫ്രണ്ട്സ്, ഇന്ന് ഞാനൊരു വെജിറ്റബിൾ ഫ്രൈഡ് റൈസാണ് കേട്ടോ കാണിക്കുന്നത്. ഇപ്പോൾ ബസുമതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഒരു കപ്പ് ബസുമതി റൈസ് അരമണിക്കൂർ നേരം വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ട് കഴുകി വൃത്തിയാക്കിയതിന് ശേഷമാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ കൂടുതൽ വെള്ളം വെക്കണം, വറ്റിക്കല്ല ചെയ്യാൻ, നമ്മൾ ഊറ്റിയെടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിന് ഉപ്പും 1 ടേബിൾ സ്പൂൺ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത്. ഓയിൽ തന്നെ വേണം ഇങ്ങനത്തെ ഫ്രൈഡ് റൈസൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത്, വെളിച്ചെണ്ണ ഉപയോഗിക്കില്ല കേട്ടോ. പിന്നെ വെജിറ്റബിൾസൊക്കെ ഞാൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ ഇത് സ്പ്രിംഗ് ഓണിയനാണ്, അപ്പോൾ അതിൻ്റെ വൈറ്റ് പോർഷനും കൂടി കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ ചോറ് തന്നെ നമുക്കൊരു 80% വേവിക്കാവൂ കേട്ടോ, നന്നായിട്ട് വെന്ത് പോണ്ട. പിന്നെ വെളുത്തുള്ളി, അതേപോലെ ക്യാരറ്റ്, ബീൻസ്, ക്യാപ്സിക്കത്തിൻ്റെ ഒരു കഷ്ണം ക്യാപ്സിക്കം എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ വലിയുള്ളി, പച്ചമുളക്, അതേപോലെ ക്യാബേജുമാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് പിന്നെ ഗ്രീൻ പീസൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഇട്ടെടുക്കാം. പിന്നെ അതേപോലെ തന്നെ ഒഴിച്ചതിന് ശേഷം ഈ വെജിറ്റബിൾസ് എല്ലാം ഒന്ന് വഴറ്റിയെടുക്കുകയാണ്. അപ്പോൾ ഇതൊന്ന് വഴണ്ടതിന് ശേഷമാണ് ഞാൻ കാബേജ് ഇട്ട് കൊടുക്കുന്നത്. കാബേജ് പെട്ടെന്ന് അങ്ങ് വെന്ത് പോകില്ലേ, അപ്പോൾ അതിന് ശേഷമാണ് ഞാൻ കാബേജ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇത് വല്ലാണ്ട് വെന്ത് പോണ്ട, ഒന്ന് കടിക്കാൻ ഉണ്ടാവുമല്ലോ നമ്മൾ ഹോട്ടലിൽ നിന്നൊക്കെ കഴിക്കുമ്പോൾ. അപ്പോൾ അതുപോലെ നമുക്ക് വല്ലാണ്ട് വേവിച്ചളയണ്ട. പിന്നെ ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക. പിന്നെ ചോറിൽ ഉപ്പിട്ടത് കൊണ്ട് തന്നെ കൂടുതൽ ഉപ്പാവണ്ട. പിന്നെ സോയാ സോസും ഉപ്പുള്ളതായിരിക്കും, അപ്പോൾ അതുകൊണ്ട് തന്നെ ആവശ്യത്തിന് നോക്കിയിട്ട് ഉപ്പിട്ടാൽ മതി കേട്ടോ. പിന്നെ 1 ടേബിൾ സ്പൂൺ സോയാ സോസ് ഒഴിക്കുന്നുണ്ട്. പിന്നെ അര ടേബിൾ സ്പൂണോളം വിനാഗിരി ഒഴിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഒരു നുള്ള് പഞ്ചസാരയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അങ്ങനെ അതെല്ലാം കൂടി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ഞാനപ്പോഴേക്ക് ചോറ് വെന്തിട്ട് വാർത്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചോറ് വേണമെങ്കിൽ നമുക്ക് തലേ ദിവസം ചോറ് രാത്രിയിൽ ഉണ്ടാക്കിയിട്ട് ഫ്രിഡ്ജിലെടുത്ത് വെച്ചാൽ പിറ്റേ ദിവസം നല്ല നമുക്ക് പച്ചക്കറി ഇതേപോലെ ഉണ്ടാക്കിയിട്ട് മിക്സ് ചെയ്ത് കൊടുത്താലും മതി. അപ്പം ഞാൻ രാവിലെ തന്നെയാണ് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത്. അങ്ങനെ നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തപ്പോൾ പിന്നെ നല്ല ടേസ്റ്റുള്ളൊരു ഫ്രൈഡ് റൈസ് ആയിരുന്നു. പിന്നെ നമുക്ക് കുറച്ച് കുരുമുളകിൻ്റെ പൊടി ഒന്ന് മേലെ വിതറി കൊടുക്കുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ സ്പ്രിംഗ് ഓണിയൻ്റെ പച്ച ഭാഗം ഉണ്ടല്ലോ, അതും ഞാൻ കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുകയാണ്. ലാസ്റ്റ് കുറച്ച് നല്ലെണ്ണ ഒന്ന് സ്പ്രിങ്കിൾ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ മേലെ. പിന്നെ ഇതിൻ്റെ നമുക്ക് ചിക്കനും അല്ലെങ്കിൽ പിന്നെ ഗോബി മഞ്ചൂരി അങ്ങനെയൊക്കെ ഉണ്ടാക്കിയിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇപ്പം ഞാൻ സോസും പിന്നെ അതേപോലെ തന്നെ നമ്മൾ വിനാഗിരീൻ്റെ ഒരു സിറപ്പ് കിട്ടുമല്ലോ, അതാണ് ഉണ്ടാക്കിയിട്ടുള്ളത് കേട്ടോ. സോസും ഉണ്ടായിരുന്നു. പിന്നെ വിനാഗിരിൻ്റെ സിറപ്പ് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു ടേബിൾ സ്പൂൺ വിനാഗിരി എടുത്തിട്ട് അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് പിന്നെ കുറച്ച് ഒരു നുള്ള് പഞ്ചസാരയും, അതേപോലെ തന്നെ ഒരു നുള്ളല്ല കുറച്ച് പഞ്ചസാരയും, പിന്നെ ആവശ്യത്തിന് ഉപ്പും, പിന്നെ പച്ചമുളകും കൂടി കട്ട് ചെയ്തിട്ട് കൊടുക്കുകയാണ്. അങ്ങനെ അതും കൂടി ചേർത്തിട്ട് കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇതുപോലെ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്യണം. പിന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും കൂടി ചെയ്യണം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്.